നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പ് ഇതിനെല്ലാം ബേസ് ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് എടുക്കുന്ന എനർജിയാണ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്കത് റെസനേറ്റ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതായത് സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളായാലും, റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരേണ്ടതായാലും, കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് ലഭിക്കാനോ, നേട്ടം കൈവരിക്കാനോ, ഉയരങ്ങളിലേക്ക് എത്താനോ, എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഒരു സ്വപ്നം അത് നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് എഴുതുക. 100% നിങ്ങൾ വിശ്വസിക്കുക. അക്ഷരങ്ങളുടെ മാജിക്ക് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അഫർമേഷൻസ് നമ്മൾ എത്രത്തോളം എഴുതുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുന്നതാണെന്ന് മനസ്സിലാക്കുക. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റാനും, നിങ്ങൾക്ക് ലൈഫിൽ പുതിയൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും, സാമ്പത്തിക ബ്ലോക്കേജ് മാറാനും ഒക്കെയാണ് ആ ഒരു എനർജികൾ ഇട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അഫർമേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ, ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ, വൈഫിന് വേണ്ടിയിട്ടോ, ആരിലേക്കാണോ ചേഞ്ചിങ് വരേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലാണ്ട് അവരവർ മാത്രമാണ് അത് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കേണ്ട. മക്കളുടെ എഡ്യൂക്കേഷൻ പരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് കരിയർ പാതയിൽ ഉയർച്ചയ്ക്ക്, വിവാഹ തടസ്സം മാറാനൊക്കെ നിങ്ങൾക്ക് അഫർമേഷൻസ് നല്ല രീതിയിൽ നിറഞ്ഞ മനസ്സോടുകൂടി ഒരു വിഷ്വലൈസേഷനോട് കൂടി വേണം എഴുതാനായിട്ട്. അതുപോലെ ഹസ്ബൻഡിൻ്റെയൊക്കെ ആണെങ്കിലും ബ്ലോക്കേജുകളും പ്രശ്നങ്ങളും എല്ലാം മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അഫർമേഷൻസിലൂടെ സാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ മണി അഫർമേഷൻസും നിങ്ങൾ ചൊല്ലുക. നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തി അത് ചെയ്താൽ മതി. ആ വീടിനുള്ളിൽ തന്നെ ഒരു പോസിറ്റീവ് അന്തരീക്ഷം നിറയും കേട്ടോ. നമ്മൾ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ദ സ്റ്റാർ എനർജിയാണ് ഫസ്റ്റ് ഞാൻ ഇന്നത്തെ എനർജിയിൽ വന്നിരിക്കുന്നത്. അതായത് ജീവിതത്തിലൊരു പ്രതീക്ഷയുടെ ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് മറ്റെല്ലാവരേക്കാളും ഒരു പ്രാധാന്യം ലഭിക്കുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ, നേതൃപാടവങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. മാത്രമല്ല മറ്റെല്ലാവരിൽ നിന്നും ഒരു അഭിനന്ദനമൊക്കെ ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. മാത്രവുമല്ല നിങ്ങൾ എന്ത് കാര്യമാണോ ഇന്ന് ചെയ്യുന്നത് അത് വളരെയധികം പോസിറ്റീവായിട്ട് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തോ ഫാമിലിപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളെയും കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ, ഒരുപാട് പ്രോബ്ലംസുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നിങ്ങളെങ്കിലും ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളാണെങ്കിൽ, ഉന്തി തള്ളി മുന്നോട്ടേക്ക് പോകുന്നുവെങ്കിൽ പോലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മാറ്റമാണ്, ഒരു പ്രതീക്ഷയുടെ ദിവസമാണ്. മാത്രമല്ല ചില കാര്യങ്ങളിലൊക്കെ ഇത്രയും നാളും സ്റ്റക്കായിട്ട് നിന്ന പല കാര്യങ്ങളും ഇന്നൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെയും കൂടി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ടിങ് ആയിരിക്കാം, ഒരു ഫിസിക്കൽ സപ്പോർട്ടിങ് ആയിരിക്കാം. അതൊക്കെ നിങ്ങൾക്കിന്ന് ചെയ്യാൻ മാനസികമായും ശാരീരികമായും ഒക്കെ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില ആഘോഷങ്ങളൊക്കെ, സെലിബ്രേഷനുകളൊക്കെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു മാറ്റത്തിൻ്റെ ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ. അതുപോലെ ഒരു എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ് എനർജിയിൽ, അതായത് ഉള്ളത് മതിയെന്ന് പ്രതീക്ഷിച്ച് ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ കുറച്ച് വിശാലത വേണം, കുറച്ച് മാറ്റങ്ങൾ വേണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു നിങ്ങൾ എന്തൊക്കെയാണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, എന്തിനൊക്കെയാണോ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ സ്ഥിരതയായി തീരാൻ പോകുന്നത്, സ്ഥിരതയോടുകൂടി നിങ്ങളിലേക്ക്
വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ടോക്സിക് ആകുന്ന സാഹചര്യങ്ങളൊക്കെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ടോക്സിക് ഫീലിങ്സ് ഉണ്ടാകുന്ന ചില ബന്ധങ്ങളാവാം, സിറ്റുവേഷൻസ് ആവാം, ചിലപ്പോൾ ഈ ഹെൽത്ത് പരമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാവാം. ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്ത് അഫർമേഷൻസ് ചെല്ലണം കേട്ടോ. നമ്മൾ ആ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന മണി അഫർമേഷൻസിൻ്റെ സ്ഥാനത്ത് പൂർവാധികം ഹെൽത്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു വേർഡ്സ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലം മാറിക്കിട്ടും, 100% ഞാൻ പറയുകയാണ്. അതുപോലെ മനസ്സിനൊക്കെ ഒരു ഡൗൺ എനർജിയൊക്കെ ഉള്ള വ്യക്തികൾ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ്, ഞാൻ വളരെയധികം പോസിറ്റീവാണ്, എൻ്റെ ലൈഫിൽ എപ്പോഴും മിറാക്കിൾസ് വരുന്നു എന്നുള്ള അഫർമേഷൻസുകൾ മനസ്സിലിങ്ങനെ ഉരുവിടണം. അത് ബന്ധങ്ങളിലൂടെ എനിക്ക് മിറാക്കിൾസ് വരുന്നു, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പരമാകുന്ന മിറാക്കിൾസ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അങ്ങനെ നമ്മളുടെ ചിന്തകൾ എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളുടെ ചിന്തകളെ നിങ്ങളൊന്ന് വാച്ചിങ് ചെയ്ത് ചിന്തകളെ ചേഞ്ച് ആക്കിയാൽ മാത്രം മതി, ജീവിതത്തിൽ മാറ്റം ഓൾറെഡി വന്നുകൊള്ളും കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഫസ്റ്റ് തന്നെ സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിനേക്കാൾ ഒരു പിടി മുന്നിൽ, ഒരു പിടി ഉയരത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജി, ചിലപ്പോൾ അതൊരു വിവാഹപരമാകുന്ന ബന്ധത്തെ ബേസ് ചെയ്ത്, ഫാമിലി പരമാകുന്ന റിലേഷനെയൊക്കെ ബേസ് ചെയ്ത് ഒരു മധ്യസ്ഥതയും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിലേക്കും അല്ലെങ്കിൽ ലീഗൽ പരമായിട്ടൊക്കെ നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസ് ലഭിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസറെ തേടേണ്ടി വരുന്ന ദിവസമായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ചേഞ്ചിങ്, ഒരു ആത്മീയമാകുന്ന ഒരു തിരിച്ചറിവ്, ഒരു നല്ല വിവേകത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഇന്ന് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റും കേട്ടോ. അതുപോലെ ഒരു ജഡ്ജ്മെൻറ്റിങ് ആണ്. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ കുറച്ച് നീതിപൂർവം കാര്യങ്ങളെ കാണേണ്ടി വരും. ചില ഇടങ്ങളിലൊക്കെ നീതിപൂർവം നിങ്ങൾ പെരുമാറേണ്ടി വരും. ആർക്കെങ്കിലുമൊക്കെ ഒരു നീതി വാങ്ങി കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, ഒരു സപ്പോർട്ടിങ്, ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ എനർജിയിൽ പോലെ തന്നെ മെൻ്റൽ സപ്പോർട്ടിങ് ഒക്കെ ഇന്ന് നിങ്ങളിൽ നിന്നും മറ്റാർക്കൊക്കെയോ പ്രയോജനകരമാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം പോലും ഇന്ന് പലർക്കും ഒരു പോസിറ്റിവിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇന്ന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. ലൈഫിൽ ഇന്നൊരു സ്ട്രോങ് ആയിട്ട് കടന്നു പോകാൻ പറ്റുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ സ്റ്റക്കായിട്ട് നിൽക്കുന്നിടത്ത് നിന്ന് മൂവ് ചെയ്യണം കേട്ടോ. എവിടെയാണോ നിങ്ങൾ സ്റ്റക്കാവുന്നത്, ആരാണോ നിങ്ങളെ സ്റ്റക്കാക്കുന്നത്, ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് കടക്കണം. കാരണം നിങ്ങൾക്ക് പുതിയ ഒരു പാതയുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ചിന്തകളാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില എക്സ്പീരിയൻസുകളാവാം നിങ്ങൾക്കൊരു മൂവിങ് മൈൻഡ് കുറഞ്ഞ് നിൽക്കുന്നു, നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ആ സ്റ്റക്നെസ്സിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടന്നാൽ പിന്നെ ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ, അബണ്ടൻസ് ആണ് വരാൻ പോകുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് പോസിബിളാണ്. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടതാണ്. പക്ഷേ നിങ്ങളുടെ സ്റ്റക്നെസ്സാണ്, കൺഫ്യൂഷനാണ്, വേണോ വേണ്ടോ, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാകുമോ, അത് പോസിറ്റീവായി സക്സസ്സിൽ എത്തുമോ എന്നുള്ള നിങ്ങളുടെ ആ ഒരു തോട്ട്സാണ്, ചിന്തയാണ് നിങ്ങളെ സ്റ്റക്കാക്കുന്നത്. ചില സമയത്ത് നമ്മുടെ ചിന്തകൾ നമുക്ക് ഓപ്പോസിറ്റ് പ്രവർത്തിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചൊരു കാര്യപ്രാപ്തിയോടുകൂടി വരും വരായികകളെ ഒന്നും ചിന്തിക്കാതെ ആക്ഷൻ എടുക്കുക. അതൊരു വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും കേട്ടോ. ക്യൂൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് കാണുന്നത്. കരിയർ പാതയിലൊക്കെ കുറച്ചൊരു കോൺഫിഡൻസ് ഒക്കെ കാണിക്കേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കുകയും ചെയ്യണം, മറുഭാഗത്ത് ഒരു സ്നേഹത്തോടു കൂടി നിലനിൽക്കുകയും ചെയ്യേണ്ട ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു ട്രാപ്പിഡ് എനർജി പോലെ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രാവലിങ്ങിനെയൊക്കെ ബേസ് ചെയ്ത് ഒരു സ്റ്റക്നെസ് ഉള്ളവരെ സംബന്ധിച്ച്, അതുപോലെ നിങ്ങളുടെ മക്കൾക്ക്, കുറേ ആളുകൾ എന്നോട് പറയുന്ന വിദേശത്തേക്ക് പോകാനായിട്ട് ബ്ലോക്കേജ് വരുന്നു, എന്താണ് അതിന് പരിഹാരം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് തന്നെ 11-11 ടെക്നിക്ക് യൂസ് ചെയ്യുക. പിന്നെ കരിയർ പാതയിൽ ഈ ഒരു വിദേശവാസത്തിനൊക്കെ ബ്ലോക്കേജ് വരുന്നവർക്ക് എല്ലാ ദിവസവും രാത്രിയിൽ 308 തവണ നമ്മുടെ
വരാഹി മന്ത്രം അത് പറഞ്ഞ് സമർപ്പിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. കുറഞ്ഞതൊരു 10 ദിവസം പോലും എഴുതേണ്ട വരില്ല. നിങ്ങളുടെ കാര്യം സാധ്യമാകും കേട്ടോ. പക്ഷെ അത് പ്രാർത്ഥനയോടുകൂടി നല്ലൊരു ഭയഭക്തിയോടുകൂടി അത് ചെയ്യണം നിങ്ങൾ. വിവാഹ തടസ്സത്തിനും ഉള്ള ചേഞ്ചിങ്ങിന് അഫർമേഷൻസ് ആണ് നല്ലത്. അതേസമയം കരിയർ പാതയിലും ഫിനാൻഷ്യൽ ബ്ലോക്കേജിനൊക്കെ ആ വരാഹി മന്ത്രം ഇട്ടിരിക്കുന്നത് ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോളുക. അതൊന്നും നിങ്ങൾക്ക് നെഗറ്റീവായി ബാധിക്കുന്നതല്ല എന്ന് ചിന്തിക്കുക. അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ ആ ബുക്ക് കൊണ്ടുപോയി സമർപ്പിച്ചാൽ മതി കേട്ടോ. വീട്ടിൽ വെച്ചിരുന്നത് നിങ്ങളൊരു മുഷിഞ്ഞ ഇതിലേക്ക് കൊണ്ടുപോകണ്ട. ആ നടക്കിൽ സമർപ്പിച്ചാൽ അതോടുകൂടി അത് ഫിനിഷിങ് ആയിക്കോളും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം, അഫർമേഷൻസ് എഴുതുന്ന ബുക്കുകൾ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചേരെ കേട്ടോ. അതുപോലെ തന്നെ ഈ മന്ത്രം എഴുതുന്നതാണ് ക്ഷേത്രത്തിൽ. അതിപ്പം ഏത് ദേവൻ്റെ മന്ത്രം എഴുതിയാലും അത് ആ നടക്കൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നതോടുകൂടി അതിന് പൂർണ്ണതയായി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇതിനകത്തെ ട്രാവലിംഗ് എനർജീനെയൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ ഒരു ബ്ലോക്കേജിൽ നിന്നൊക്കെ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനത്തിലേക്കൊക്കെ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. കരിയർ പരമാകുന്ന ചില കാര്യങ്ങളിൽ ഒരു ട്രാവലിംഗ് വരുന്നുണ്ട് കേട്ടോ. കരിയറിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ജോലി മാറ്റത്തിനോ അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് പ്രസൻസ് വരുന്നുണ്ട്. അതൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങും പ്രോഗ്രസ്സൊക്കെയാണ്. അതിനോടനുബന്ധിച്ച് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ പൊസിഷനിൽ ഒരു ചേഞ്ചിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പുതിയ കരിയർ പാത ഫോക്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ ആ ഒരു സാലറി ബേസിലൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ കരിയറിലേക്ക് ആക്ഷൻ എടുത്തോളുക. പിന്നെ എപ്പോഴും നമ്മൾ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും ഒരു നമ്മുടെ ക്യാരക്ടറിനെ, നമ്മളുടെ പെരുമാറ്റത്തിന്, ബിഹേവിയറിനെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. എവിടെയും പോസിറ്റീവും സ്നേഹവും നിറഞ്ഞ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇന്ന് അങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്. കരിയർ പാതയിൽ നിങ്ങൾ കുറച്ചൊരു ഹാപ്പിനെസ്സോടു കൂടി ഒരു വർഷം നിങ്ങൾ ആക്ഷൻ എടുക്കണം. സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കണമെങ്കിലും ഒരു സൈഡ് കൊണ്ട് നിങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുക. അല്ലാതെ എല്ലാവരോടും ഒരു സഹകരണ മനോഭാവത്തോടു കൂടി പോകുക എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ചിലരുടെ ലൈഫിൽ ചിലരൊരു ഉറച്ച തീരുമാനമൊക്കെ ഇന്ന് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ബന്ധങ്ങളിൽ നിന്ന് നിങ്ങളിന്ന് പുറത്ത് കടക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടി കാത്ത് നിന്നിട്ട് നിങ്ങൾക്കതിൽ നിന്നൊരു പോസിറ്റിവിറ്റി, നിങ്ങളെടുത്ത റിസ്ക്, നിങ്ങളെടുത്ത ഒരു ഹാർഡ് വർക്കിനുള്ള ഫലം ലഭിക്കാത്തതിൻ്റെ ഫലമായിട്ട് ചിലരെ സംബന്ധിച്ച് ഇന്ന് ആ ഒരു ബന്ധങ്ങളിൽ നിന്നും പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങൾ വിട്ടുകൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പൂർണ്ണതയില്ലാതെ നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് നിങ്ങളെടുത്ത റിസ്ക്, നിങ്ങളെടുത്ത ആ ഒരു ഹാർഡ് വർക്കിന് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു ഫലം ലഭിക്കാതെ പോയി എന്നതിൻ്റെ ബേസിലാണ് നിങ്ങളത് ചെയ്യുന്നത്. പക്ഷേ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ വിട്ട് കളയുമ്പോഴായിരിക്കാം കുറച്ചും കൂടി പോസിറ്റീവായതും നമുക്ക് അനുയോജ്യമായതുമായ കാര്യങ്ങൾ വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇമോഷണലി ഒരിടത്തും നിങ്ങൾ അഡിക്റ്റഡ് ആവാതിരിക്കുക. ഇമോഷണലി എപ്പോഴും നിങ്ങൾ ഒരു ബൗണ്ടറി തീർത്തേ നിൽക്കാവുള്ളൂ. അത് ഏത് ബന്ധങ്ങളിലാണെങ്കിലും ഓവർ അഡിക്ഷൻ കാണിച്ചാൽ നിങ്ങൾക്കവിടെ പരാജയം മാത്രമേ വരികയുള്ളൂ. തീർച്ചയായിട്ടും ബന്ധങ്ങളിൽ എപ്പോഴും ഒരു ബൗണ്ടറി ഇട്ട് നിന്നാൽ അത് സ്ഥായിയായിട്ടും സ്ഥിരതയോടുകൂടി മുന്നോട്ടേക്ക് പോകും. ബന്ധങ്ങളിൽ എവിടെയാണോ നമ്മളെ മറന്ന് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത് അതോടുകൂടി അത് അവസാനിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ആ ഒരു പുറത്തേക്ക് കടക്കുന്നത് ആർക്കും നഷ്ടം വരാത്ത വിധം, നോവുണ്ടാവാത്ത രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒരു ലൈഫിലൊരു സക്സസ്സിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തികളിൽ ഒരു വിജയം കയ്യിൽ വന്നു എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും കുറച്ച് പ്രോബ്ലംസുകൾ നേരിടുന്നവരുണ്ട്. അതായത് ഒരു വിജയത്തിലേക്ക് എത്തിയ വ്യക്തികളെ സംബന്ധിച്ച് ഒരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ഉള്ളവരിൽ നിന്ന് തന്നെയാവാം നിങ്ങൾക്കൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു വിജയത്തിന് ഒരു മങ്ങലേറ്റ ഒരു അവസ്ഥ കാണുന്നുണ്ട്.
കുറച്ച് സ്ട്രെസ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു ഇംബാലൻസിങ് എനർജിയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി. ചിലരെ സംബന്ധിച്ച് ചെറിയ ഹെൽത്ത് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഒന്ന് എന്താ പറയുക, മറ്റു പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത വിധം വീടിനുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് സാമ്പത്തികപരമാകുന്നൊരു എനർജിയിൽ ചെറിയൊരു ബ്ലോക്കേജ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കും കേട്ടോ. ഒത്തിരി ദിവസങ്ങളിലേക്കില്ല, ഈ കുറച്ചൊരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും. പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് കേട്ടോ. ചിലർക്ക് കരിയർ പാതയിൽ ചെറിയൊരു ബ്ലോക്കേജ് വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം കരിയറിനകത്തൊരു കമാൻഡിങ് എനർജിയിൽ, അതായത് ഒരു ലീഡർഷിപ്പ് എനർജിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് മാനേജിങ് പോസ്റ്റിലാവാം, അല്ലെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്തങ്ങളോടുകൂടി നിൽക്കുന്ന വ്യക്തികൾക്കാവാം ഇന്ന് ചെറിയ രീതിയിൽ ഒരു സ്വരച്ചേർച്ച കുറവോ അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു ഡൗൺ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റക്നെസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സുകൊണ്ടൊരു വല്ലാത്തൊരു മടുപ്പും അല്ലെങ്കിൽ ഒരു തളർച്ചയും ഒക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് കരിയറിനെ ബേസ് ചെയ്ത് കേട്ടോ. ഒരു ചെറിയൊരു ഇമോഷണൽ ബ്ലോക്കിങ് കാണുന്നുണ്ട്. അതിൽ നിന്നും പുറത്ത് കടക്കും. അത് 3 എനർജിയുടെ പ്രസൻസ് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ ദിവസം ചിലരുടെ എനർജിയിൽ 3ൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. അത് ഒരു പക്ഷേ ഒരു കൺഫ്യൂഷനും ഒരു മടുപ്പും ഒരു വിരക്തിയും, ചിലപ്പോൾ മറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കേൾക്കേണ്ടി വരിക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരിക, ഇതൊക്കെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുന്നത്. അത് ഇന്നൊരു ദിവസത്തേക്കുള്ള ഒരു പ്രോബ്ലംസാണ്. 3ൻ്റെയാണ് ഇമോഷണൽ പരമാകുന്ന ചില കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസാണ് കാണുന്നത്. നിങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും കേട്ടോ. ചിലരെ സംബന്ധിച്ച് ഫോക്കസ് ചെയ്തിരുന്ന നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു റീയൂണിയൻ പ്രസൻസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി അതിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരു റീയൂണിയൻ പ്രസൻസ് ചിലരുടെ എനർജിയിൽ കാണിക്കുന്നുണ്ട്. ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അവരുടെ ഒരു എന്താ പറയുക ഒരു ലൈക്കോ കമൻറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഒരു എന്താ പറയുക മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ചെയ്തവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക്, അഫർമേഷൻസ് ഒക്കെ എഴുതുന്നവർക്ക് അതിൻ്റെ ചെറിയ രീതിയിലാണെങ്കിലും ഒരു ഫലം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദ ടവർ എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. ഒരു സാമ്പത്തിക ഇടപാടിലൊരു ബന്ധങ്ങൾക്കൊരു വിള്ളൽ വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. അതൊന്ന് ശ്രദ്ധിക്കണം. ഫിനാൻഷ്യൽ പരമായ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഫലമായിട്ട് ചില വ്യക്തികൾക്കിടയിൽ ഒരു സ്വരച്ചേർച്ചക്കുറവോ അല്ലെങ്കിൽ അവിടെ ഒരു വീഴ്ച സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു പുതിയ തുടക്കമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നിങ്ങൾ കൊടുത്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ പിന്നെ മറ്റേതെങ്കിലും രീതിയിലോ ഫിനാൻഷ്യൽ ചൂസിങ് ഉണ്ടായ ഒരു സിറ്റുവേഷൻസിലാണ് ഒരു വീഴ്ച വരുന്നത്. ആ ഒരു വീഴ്ച ഒരു പാഠമാണ്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പാഠമായി തീരുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് നമ്മൾ പൈസ കൊടുത്താൽ നമ്മൾക്ക് അല്ലെങ്കിൽ സാമ്പത്തിക സപ്പോർട്ടോ മെൻ്റൽ സപ്പോർട്ടോ ഒക്കെ കൊടുത്താൽ തിരിച്ചടി കിട്ടുന്നു. അതായത് നമുക്ക് ശത്രുവായി തീരുന്ന ഒരു എനർജി ഉണ്ട്. അത് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കമാണ്, പുതിയൊരു പാഠമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങളിലല്ല തെറ്റെന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പുതിയ അധ്യായം തുടങ്ങുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങളിലൊരു മാറ്റം നിങ്ങൾ വരുത്തും, നിങ്ങൾ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടും നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മസ്കുലൻ എനർജിയിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് കുറച്ചൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ടൊക്കെ പ്രവർത്തിച്ചു പോകുന്നവരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നു. അത് നിങ്ങളെക്കുറിച്ചൊന്ന് കൂടുതൽ പഠിക്കാനും അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്താനൊക്കെ ആയിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ. മുന്നോട്ടേക്ക് നല്ലൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പവർഫുള്ളായൊരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതായത് നിങ്ങളുടെ വിശ്വസ്തതയെയോ നിങ്ങളുടെ ആത്മാർത്ഥമാകുന്ന ചില കാര്യങ്ങളെയൊക്കെ ഒരു ചോദ്യം ചെയ്യപ്പെട്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതിനെ ബേസ് ചെയ്താണ്, അതായത് നിങ്ങൾ ചെയ്തു കൊടുത്ത പല സഹായത്തിനും നിങ്ങളുടെ ഒരു സപ്പോർട്ടിനൊന്നും വാല്യൂ ലഭിക്കാത്ത ഇടത്ത് നിന്നുമാണ് നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റത്തിൻ്റെ എനർജിയാണ് കേട്ടോ. ക്യൂൻ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്.
സാമ്പത്തികപരമാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ്. പക്ഷേ ഇരയാക്കപ്പെടാൻ സാധ്യതയുള്ള ദിവസവുമാണ് ഫിനാൻഷ്യൽ പരമാകുന്ന ഇടപാടുകളിൽ. അപ്പോൾ അവിടെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം ഹെൽത്തും വെൽത്തും സംബന്ധമാകുന്ന കാര്യങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് കേട്ടോ. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും സഹായകരമായിട്ട് ആർക്കെങ്കിലും ഒരു സഹായ ഹസ്തം നിങ്ങളിൽ നിന്നൊരു സഹായം കൊടുക്കുന്നതിലുമെല്ലാം നിങ്ങളൊരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടിലോ മറ്റുമൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഒരു ഇരയാക്കപ്പെടാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് കാലത്തേക്ക് നിങ്ങളെ ബ്ലോക്കാക്കി കളയാൻ സാധ്യതയുണ്ട്. ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ, തർക്കങ്ങൾ ഉണ്ടായാലും അവിടെ നിന്നെല്ലാം ഒന്ന് പിന്മാറി നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയ രീതിയിൽ ഒരു എക്സസൈസ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ട വ്യക്തികളുടെ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഒന്ന് സംരക്ഷിക്കുക എന്നുള്ളൊരു എനർജിയും കൂടി നമുക്ക് കാണിച്ച് തരുന്നുണ്ട്. ഇന്ന് ചില കാര്യങ്ങൾക്കൊക്കെ ഒരു പുതിയ തുടക്കത്തിന് ഇറങ്ങിയാലും നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ പറ്റും കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ എന്തിനേലുമൊക്കെ ഇറങ്ങുമ്പോൾ പൂർത്തീകരിക്കാൻ പറ്റാതെ പോകും. അതേസമയം ഇന്നത്തെ ദിവസം നിങ്ങൾ ഇറങ്ങുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. പിന്നെ ഫാമിലിക്കുള്ളിലുള്ളവരോട് പോലും തന്നെ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്യേണ്ടവരായിട്ടും നമുക്കിതിനകത്ത് കുറച്ച് ആളുകളുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട്. ചിലരുടെ എനർജിയിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു അബണ്ടൻസ് വരുന്നുണ്ട് കേട്ടോ. ചിലർക്കൊരു ലോട്ടറി ഭാഗ്യമൊക്കെ വരുന്നുണ്ട്. മിറാക്കിൾ പോലെ ചില കാര്യങ്ങൾ ഈ വരുന്ന നെക്സ്റ്റ് വീക്കുകൾക്കുള്ളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളെപ്പോലും അമ്പരിപ്പിച്ച് കളയുന്ന ചില ഗുഡ് ന്യൂസ് ആവാം, ചിലപ്പോൾ ചില വ്യക്തികളുടെ പ്രസൻസ് ആവാം. ഒരു അത്ഭുതകരമാകുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ സംഭവിക്കുന്നു. അത് ഫിനാൻഷ്യൽ പരമാകുന്നതാവാം, പ്രശസ്തിപരമാകുന്ന മറ്റുള്ളവരുടെ ഒരു അഭിനന്ദനത്തിന് പാത്രമാകുന്നതാവാം. ഒരു സ്റ്റാർ എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മറ്റൊരാളോട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫാമിലിയിലും പേരൻസിനോടായിക്കോട്ടെ അതല്ലെങ്കിൽ ഫ്രണ്ട്സിനോടായിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലൊന്ന് പറയണം, പറഞ്ഞ ആ ഒരു കാര്യത്തിനൊരു തീർപ്പുണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അതൊരു എന്താ പറയുക, ഒരു ടീം വർക്കിൽ പോകുന്നവർ, ഒരു പാർട്ട്ണർഷിപ്പ്, ബിസിനസ്സോ അങ്ങനെ എന്ത് കാര്യം ചെയ്യുന്നവരായാലും നിങ്ങൾ പറയണോ പറയണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങളത് പറയുന്നത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആസ്ക് യുവർ ഏഞ്ചൽസ്, നിങ്ങളെ ആരെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചൊരിടത്ത് നിന്ന് നിങ്ങൾക്കൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്കോ മറ്റാർക്കോ അതിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഡിവൈനിലേക്ക്, ഏഞ്ചൽസിലേക്ക് സമർപ്പിക്കുക കേട്ടോ. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ ഒരിക്കലും ഇന്നത്തെ ദിവസം എടുത്തു ചാടരുത്. ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ ഇന്ന് വളരെയധികം സമാധാനപരമായിട്ട് തീരുമാനമെടുക്കാവുള്ളൂ. പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒരിക്കലും എടുത്തു ചാടിയൊരു തീരുമാനം ഇന്നത്തെ ദിവസം എടുക്കരുത് എന്നാണ് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ്.